നിങ്ങളുടെ എയർ കണ്ടീഷണറിന്റെ തണുപ്പ് എത്രത്തോളം വർദ്ധിപ്പിക്കാം എന്നതിനെ പരിമിതപ്പെടുത്തുന്ന ഒരു പുതിയ നിയമം വരുന്നു. നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നാൽ കടുത്ത ചൂടിൽ പോലും നിങ്ങളുടെ AC 20 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി സജ്ജമാക്കാൻ കഴിയില്ല. വൈദ്യുതി ലാഭിക്കാനും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യകത കൈകാര്യം ചെയ്യാനുമുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് ഊർജ്ജമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറയുന്നു. എയർ കണ്ടീഷണറിംഗ് മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് ഒരു പുതിയ വ്യവസ്ഥ ഉടൻ നടപ്പിലാക്കും. ACകൾക്കുള്ള താപനില മാനദണ്ഡം 20 ഡിഗ്രി സെൽഷ്യസിനും 28 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ സജ്ജമാക്കും. അതായത് നമുക്ക് 20 ഡിഗ്രി സെൽഷ്യസിൽ താഴെ തണുപ്പിക്കാനോ 20 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കാനോ കഴിയില്ല. താപനില ക്രമീകരണങ്ങൾ മാനദണ്ഡമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരത്തിലുള്ള ആദ്യ പരീക്ഷണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ആവശ്യകത ഏറ്റവും കൂടുതലായിരിക്കുമ്പോൾ പല വീടുകളിലും കെട്ടിടങ്ങളിലും വളരെ താഴ്ന്ന താപനിലയിലാണ് ACകൾ പ്രവർത്തിപ്പിക്കുന്നത്. ചിലപ്പോൾ 16 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്ന താപനിലയിലാണ്. ഇത് പവർ ഗ്രിഡിൽ അധിക സമ്മർദ്ദം ചെലുത്തുന്നു. ഇന്ത്യയിൽ ഏകദേശം 100 ദശലക്ഷം ACകളുണ്ട്. കൂടാതെ ഓരോ വർഷവും 15 ദശലക്ഷം കൂടി സ്ഥാപിക്കപ്പെടുന്നു. ഈ സംഖ്യകൾ ഉപയോഗിച്ച് ചെറിയ മാറ്റങ്ങൾ വലിയ ലാഭത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.